ഏറെ ധന്യതയാർന്ന ഒരു ചരിത്ര നിമിഷത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. ആർത്താറ്റ് പള്ളി നവീകരിച്ച് അതിൻ്റെ പൂർണ്ണമായ ഒരു പുനരുദ്ധാരണം നടത്തി അത് വീണ്ടും ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ഒരു ഭാഗ്യം ഈ തലമുറയ്ക്കാണ് ലഭിച്ചത്. നമ്മളിപ്പോൾ നിറഞ്ഞു കാണുന്നൊരു വാർത്തയാണ് 144 വർഷം കൂടുമ്പോൾ ഒരു മഹാകുംഭമേള നടക്കുന്നു എന്ന്. ആർത്താറ്റ് പള്ളിയുടെ ഇത്തരത്തിലുള്ള ഒരു പുനരുദ്ധാരണവും ശുദ്ധീകരണവും 219 വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് ദുരഭിമാനം കൊണ്ട് പറയുന്നതാണോ എന്ന്. എന്നാൽ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഈ ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ പുണ്യഭൂമിയുടെ ചരിത്രം ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്താബ്ദത്തിനും മുൻപുള്ളതാണ്. ജൂതക്കുന്ന് എന്ന് അറിയപ്പെടുന്ന ഈ ദേശം, ഇത് യഹൂദന്മാർ മലബാറിലേക്ക് കുടിയേറിയ കാലം മുതൽ വളരെ പ്രസിദ്ധമായ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു എന്നുള്ളതിനെ ഒട്ടനവധി രേഖകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ 1960-കളിൽ മറ്റം, ഈയാൽ തുടങ്ങിയ ദേശങ്ങളിലെല്ലാം നടന്ന എക്സ്കവേഷൻസിൽ നീറോ ചക്രവർത്തിയുടെയും ഒഗസ്തൂസ് സീസറിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള അവരുടെ പേരെഴുതിയിട്ടുള്ള റോമൻ നാണയങ്ങൾ കുഴിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ കാണിക്കുന്നത് ഈ പ്രദേശത്ത് ശക്തമായ ഒരു യഹൂദ സാന്നിധ്യം ഉണ്ടായിരുന്നു. എവിടെയാണോ യഹൂദന്മാർ ചിതറിപ്പാർക്കുന്നത് അവിടേക്കാണ് കർത്തൃ ശിഷ്യന്മാർ ആദ്യം യാത്ര ചെയ്തതും അവരോട് ആണ് സുവിശേഷം അറിയിച്ചത് എന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ കൽപ്പനയിൽ തന്നെ നാം കാണുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ 2ാം മിഷണറി യാത്ര, 1ാം മിഷണറി യാത്രയാണ് AD 32 എഡേസയിൽ അബ്ഗാർ 5ാമൻ രാജാവിൻ്റെ മാനസാന്തരത്തിനും അവിടെ ഒരു സഭയുണ്ടാകുവാനും ആ സഭയുടെ ഇന്ന് കാണപ്പെടുന്ന ഒരു ഭാവമാണ് കിഴക്കൻ സഭകളെല്ലാം, പ്രത്യേകിച്ച് കൽദായ സുറിയാനി സഭയുമൊക്കെ അതിൻ്റെ നാൽവഴികളിൽ നിന്നുള്ള ഒരു ബഹിർഗമനമാണ് എന്ന് ചരിത്രം പഠിച്ചവർക്കറിയാം. അദ്ദേഹത്തിൻ്റെ 2ാം മിഷണറി യാത്ര യെരുശലേം സുന്നഹദോസിനും പരിശുദ്ധ ദേവമാതാവിൻ്റെ സംസ്കാരത്തിനുമൊക്കെ ശേഷം അദ്ദേഹം 2ാമത് യാത്ര ചെയ്ത് എത്തിയത് മലബാറിലേക്കാണ് എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നു. ആധുനിക ചരിത്രത്തിൽ അതിനെ കൊടുങ്ങല്ലൂർ എന്നും അതുപോലെ തന്നെ വന്നിറങ്ങിയ സ്ഥലത്തിന് മാലിയാങ്കര എന്നൊരു പേരുണ്ടായിരുന്നെന്നും അവിടെ നിന്നാണ് പിൽക്കാലത്ത് മലങ്കര എന്നായതെന്നും ഒക്കെ ഇങ്ങനെ ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലെ കുറെക്കൂടെ വസ്തുതാപരമായ യാഥാർത്ഥ്യം മലകളും കരകളും നിറഞ്ഞ മലബാർ കോസ്റ്റിലേക്ക് മലങ്കരൈ എന്ന് ചെന്തമിഴിലും പഴന്തമിഴിലുമൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു ഭൂപ്രദേശമാണിത്. മഹോദേവ പട്ടണമെന്നും മുജിരി പട്ടണമെന്നുമൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. പ്ലീനിയുടെ ചരിത്രകാല പുസ്തകത്തിൽ തന്നെ പാലോറ എന്ന് വിവക്ഷിച്ചിരിക്കുന്നു. ഈ പ്രദേശം എല്ലാം ഈ ജൂതക്കുന്നിൻ്റെ ചുറ്റുപാടും, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് പടിഞ്ഞാട്ടും തെക്ക് പടിഞ്ഞാട്ടും കിടക്കുന്ന ചിറകൾ അഥവാ ചെറുതുറമുഖങ്ങളും ബേപ്പൂർ, പൊന്നാനി,
കൊടുങ്ങല്ലൂർ അഥവാ പട്ടണം തുടങ്ങിയ സ്ഥലത്തെ വലിയ 3 തുറമുഖങ്ങളും ചേരുന്ന പ്രദേശമാണ്. ഇവിടെ വന്ന് അദ്ദേഹം നടത്തിയ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി ഈ ജൂതക്കുന്നിലുണ്ടായിരുന്ന സുന്നഗോഗിലെ മുഴുവൻ യഹൂദന്മാരും ഒന്നിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചുവെന്നും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആത്മീയ വീര്യം കണ്ടുകൊണ്ട് യഹൂദന്മാരുമായിട്ട് സഹകരിച്ചിരുന്ന ഈ ദേശത്തെ അന്നത്തെ ജനങ്ങൾ അവരും ഈ വിശ്വാസം സ്വീകരിച്ചുവെന്നും അങ്ങനെ മലങ്കരയിലെ ആദ്യ ക്രൈസ്തവ സമൂഹം ആയി ഇവിടം ആരംഭിച്ചു എന്നും ഇന്ന് പറയുമ്പോൾ ചരിത്രപരമായ ഒരുപാട് തെളിവുകൾ അതിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം മാമുദീസ നൽകുകയും അദ്ദേഹം പൗരോഹിത്യം നൽകുകയും അദ്ദേഹത്തോടൊപ്പം ഇവിടെ നിന്നുള്ളവർ യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ, അന്ന് കേരളം എന്ന പദമില്ല, മലബാർ കോസ്റ്റിൻ്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് യാത്ര തുടങ്ങുകയും അങ്ങനെ ഇന്ന് അറിയപ്പെടുന്ന അന്നത്തെ ചരിത്രത്തിൽ നിന്ന് നാം ഊഹിച്ചെടുക്കുന്ന ദേവാലയങ്ങൾ അഥവാ ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആദ്യകാല ക്രൈസ്തവ സമൂഹങ്ങളിൽ എല്ലാം പിന്നീട് ദേവാലയങ്ങളായി അത് ഉയർത്തപ്പെട്ടപ്പോൾ അതെല്ലാം വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അറിയപ്പെട്ട ദേവാലയങ്ങളാണ്. അത്തരത്തിൽ ആദ്യം ആരംഭിച്ച ദേവാലയങ്ങളിൽ ഒന്നാണ് AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ ആരംഭിച്ച ചാട്ടുകുളങ്ങര വിശുദ്ധ കന്യാസ്ത്രീ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള ഈ ദേവാലയം എന്ന് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് കഴിയും. ബലഹീനായ ഞാൻ പരിശുദ്ധ സഭ, പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാതിരുമനസ്സുകൊണ്ട് ആവശ്യപ്പെട്ട് ഡെലിഗേറ്റ് ചെയ്തത് അനുസരിച്ച് 2024 സെപ്റ്റംബർ മാസം അവസാന ദിവസങ്ങളിൽ പരിശുദ്ധ സുനോദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മോർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്തായോടും റീഷ് കോറപ്പിസ്കോപ്പ ജോൺ സെബ്രാം അച്ഛനോടുമൊപ്പം ഒരു അർമേനിയൻ സന്ദർശനം നടത്തുകയുണ്ടായി. ആ അർമേനിയൻ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം 2 കാര്യങ്ങൾ ആയിരുന്നു. ഒന്ന്, 7 വർഷം കൂടുമ്പോൾ അവർ നടത്തുന്ന വിശുദ്ധ മൂറോൻ കൂദാശ, അത് സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും ശുദ്ധീകരണം എന്നുള്ളൊരു വലിയ കാഴ്ചപ്പാടിലാണ് അവർ നടത്തുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നില്ല. ഒപ്പം തന്നെ AD 301 മുതൽ 303 വരെയുള്ള കാലഘട്ടത്തിൽ എച്ച്മിയാട്സൻ എന്ന സ്ഥലത്ത് അവർ പണിത ദേവാലയം 1700 വർഷങ്ങൾക്ക് ഇപ്പുറം അത് സമ്പൂർണ്ണ പുനരുദ്ധാരണം നടത്തി 7 വർഷം കൊണ്ട് പുനരുദ്ധാരണം നടത്തി അതിൻ്റെ കൂദാശ കൂടെയായിരുന്നു. ഞാൻ എന്തിനിത് പരാമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, എച്ച്മിയാട്സിൻ എന്നാൽ നഹേഷ് ബാർ ആലോഹോ എന്നാണ് എന്ന് റീഷ് കോറപ്പിസ്കോപ്പ അച്ഛൻ സുറിയാനിയിൽ പറഞ്ഞു. ദ ഓൺലി ബിഗോട്ടൻ ഡിസെൻസ് ഹിയർ, ദൈവത്തിൻ്റെ ഏകജാതൻ ഇവിടെ ഇറങ്ങി വന്നു എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അവരുടെ ആദ്യ കാതോലിക്കോസ് ഗ്രിഗറി ദ എലൂമിനേറ്ററിനെ ഒരു സ്വപ്ന ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ഇതാണ്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എച്ച്മിയാട്സൻ എന്ന സ്ഥലത്ത് ഒരു സ്വർണ്ണ ചുറ്റിക കൊണ്ട് ഒരു അടി അടിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇവിടെ പണിയുക. അത് അറാറാത്ത് പർവ്വതത്തിൻ്റെ താഴ്വാരത്തിലാണ് എച്ച്മിയാട്സൻ. അവിടെ നിൽക്കുമ്പോൾ അറാറത്ത് പർവ്വതമാണ് അതിൻ്റെ ബ്ലാക്ക് സ്ക്രീൻ ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ അവർ പണിതു.
ഈ 1700 വർഷങ്ങളും അനേക പ്രകൃതിക്ഷോഭങ്ങൾ, വൈദേശിക ആധിപത്യങ്ങൾ ആ ദേവാലയത്തെ മുഴുവനുമായി പ്ലണ്ടർ ചെയ്യുകയും പേർഷ്യൻ സാമ്രാജ്യത്വം, തുടർന്ന് നിരീശ്വരന്മാരുടെ ആക്രമണങ്ങൾ, സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് പൂർണ്ണമായി അടച്ചിടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് വർദ്ധിത അഭിമാനത്തോടെ ആ ദേവാലയം അവർക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് മുടക്കിക്കൊണ്ട് യുനെസ്കോയുടെ പ്രത്യേക സംരക്ഷണയിൽ പണിത് ഉയർത്തി വീണ്ടും കുദാശ ചെയ്യുവാൻ സാധിച്ചു. ഞാനിത് പറയുന്നത് ഈ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ ദേവാലയം ഒരു രേഖയിൽ വായിച്ചത് ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ട്രക്ചറിനെ ഏറ്റവും ചുരുങ്ങിയത് 9 സ്ട്രക്ചറുകൾ, സിവിൽ കൺസ്ട്രക്ഷൻസ് ഇതിൻ്റെ മുൻപ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ ഈ ദേവാലയം ഉയർത്തിപ്പണിയപ്പെട്ടത് എന്നുള്ളതാണ്. മധ്യകാലഘട്ടത്തിലെ ചരിത്രങ്ങൾ നമുക്ക് കൂടുതൽ ലഭ്യമല്ല. എന്നാൽ ഉദയംപേരൂർ സുന്നഹദോസ് മുതലുള്ള കാലഘട്ടങ്ങൾ പ്രത്യേകം നമുക്ക് അറിയാവുന്നതാണ്. ഈ ഇടവകയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എപ്പോഴൊക്കെ വൈദേശിക ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവയെ സധൈര്യം ഒന്നിച്ച് ചെറുത്ത് തോൽപ്പിക്കുവാൻ ചാട്ടുകുളങ്ങര മർത്തമറിയം ദേവാലയത്തിന് സാധിച്ചിട്ടുണ്ട്. മെനസിസ് മെത്രാൻ എന്ന ഗോവൻ ആർച്ച് ബിഷപ്പ് മലങ്കരയെ മുഴുവൻ ലത്തീൻ വൽക്കരിക്കാമെന്ന് ആഗ്രഹിച്ച് പദ്ധതികൾ തയ്യാറാക്കുകയും 1599 ഉദയംപേരൂർ സുന്നഹദോസ് വിളിച്ചു ചേർത്ത് കാനോനാകൾ നേരത്തെ എഴുതി പോർച്ചുഗീസ് സൈന്യത്തിൻ്റെ പിൻബലത്തിൽ കൊച്ചി രാജാവിൻ്റെ സംരക്ഷണ കൂടെ എടുത്തുകൊണ്ട് അന്നത്തെ എല്ലാ ദേവാലയങ്ങളെ കൊണ്ടും കാനോനുകളിൽ ഒപ്പിടിവിക്കുവാൻ ശ്രമിച്ചപ്പോൾ സധൈര്യം അതിനെ എതിർത്ത് ഒപ്പിടാതെ യോഗം ബഹിഷ്കരിച്ച് കുന്നംകുളത്തേക്ക് മടങ്ങിയവരാണ് ഈ കുന്നംകുളം ദേശം. ഞാൻ ആ കാലത്ത് ആർത്താറ്റുപള്ളി എന്ന് പറയുന്നത് ഈ പ്രദേശം മുഴുവനും ചേർത്താണ്. അന്ന് ചരിത്രത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുന്നംകുളത്തെ ഏക ദേവാലയം ചാട്ടുകുളങ്ങര പള്ളിയാണ്. അത് അയർത്ത മെനസിസിനെ എതിർത്ത അറ്റത്തെ പള്ളിയാണ്. മാത്രവുമല്ല, സൈന്യത്താൽ പിടിച്ചടക്കാമെന്ന് കരുതി അദ്ദേഹം തൊട്ടടുത്ത് തന്നെ 1600കളുടെ ആരംഭത്തിൽ ഈ ദേവാലയത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ പൂർവികർ ഒന്നടങ്കം അദ്ദേഹത്തെ ആർത്ത് ആട്ടി എന്നാണ് ചരിത്രം. ആർത്ത് ആട്ടിയ ദേവാലയമാണിത്. ആർത്ത് ഘോഷിക്കാം, ആർത്ത് ആട്ടാം. വൈദേശിക ശക്തികളെ അതുപോലെ തന്നെ പിടിച്ചടക്കാൻ നോക്കുന്നവരെ ധൈര്യത്തോടെ അയർക്കുകയും ആർത്ത് ആട്ടുകയും ചെയ്തതുകൊണ്ടാണ് മലങ്കരയാകമാനം 17ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം മുതലെങ്കിലും ഈ ദേവാലയത്തിനെ ആർത്താറ്റ് പള്ളി എന്ന് ബഹുമതി നാമം വിളിച്ചത്. കൈയടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാൻ ചരിത്രമാണ് പറയുന്നത്. അന്നും ഇന്നും വാട എന്ന് ആരെങ്കിലും ധിക്കാരത്തോടെ പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറയാണ് പോട എന്ന് മറുപടി പറയുന്നതിന് ഈ ദേശത്ത് ആർക്കും ഒരു മടിയുമില്ല. ആർത്താറ്റുപള്ളി എന്ന് ഞാൻ പറയുമ്പോൾ കുന്നംകുളം ഭദ്രാസനത്തെ മുഴുവനുമായാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. കാരണം ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ചരിത്രത്തിൽ ഇന്ന് കുന്നംകുളം ഭദ്രാസനത്തിൽ വികസിതമായി നിൽക്കുന്ന നമ്മുടെ പഴഞ്ഞി സെൻറ്റ് മേരീസ് കത്തീഡ്രലും മറ്റ് എല്ലാ ദേവാലയങ്ങളും ആർത്താറ്റ് പള്ളിയിൽ നിന്ന് ഉത്ഭവിച്ച ദേവാലയങ്ങളാണ്. കുന്നംകുളം ഭദ്രാസനത്തിലെ മിക്കവാറും
എല്ലാ പള്ളികളും ആ വിധത്തിലാണ്. കിഴക്കൻ മേഖലയിലുള്ള ചില പള്ളികൾ മാത്രമാണ് തെക്ക് നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ പണിയപ്പെട്ട പള്ളികളായിട്ട് ഉള്ളത്. മാത്രവുമല്ല, കോഴിക്കോട്, പാലക്കാട്, കോയമ്പത്തൂര്, മദ്രാസ്, എറണാകുളം ഇങ്ങനെയുള്ള ദേവാലയങ്ങളിലൊക്കെ അതൊക്കെ പണിയുവാൻ താല്പര്യമെടുത്തത്, ആരംഭിച്ചത്, പോയി കുർബാന ചൊല്ലിയത് ഒക്കെ ആർത്താറ്റ് പള്ളിയിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമായി ചരിത്രരേഖകളോടെ സാക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിസ്താരഭയത്താൽ ആ ഭാഗത്ത് നിന്ന് അല്പം പുറകോട്ട് പോരുകയാണ്. ആർത്താറ്റ് പള്ളിയുടെ പിൽക്കാല ചരിത്രം കുറെക്കൂടെ നമ്മെ ത്രസിപ്പിക്കുന്ന ചരിത്രങ്ങളാണ്. കത്തോലിക്ക സഭയുമായിട്ടുണ്ടായ വഴക്കും വക്കാണവും ഈ ദേവാലയം പതിറ്റാണ്ടുകളോളം പൂട്ടിയിടുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. കൂനിന്മേൽ കുരു എന്നതുപോലെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ 1789 ഈ ദേവാലയം ചുട്ടരിക്കപ്പെട്ടു. ദേവാലയത്തിനകത്ത് വിശുദ്ധ മദ്ബഹായുടെ പടിഞ്ഞാറ് വശത്ത് വെച്ച് ഭക്തനായ ഒരു വൈദികൻ ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെ വാളിനെ ഇരയായി എന്നും പള്ളിയകത്തും പുറത്തും വെച്ച് അനേകർ മരത്തിൽ തൂക്കപ്പെട്ടു എന്നും ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. ക്ലോയിഡ് ബുക്കാനൻ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം രചിച്ച ചരിത്രത്തിൽ ഈ മരങ്ങളിലാണ് ഞങ്ങളുടെ പൂർവികർ തൂക്കപ്പെട്ടത് എന്ന് സമകാലീനരായ ആളുകൾ ഇവരോട് പറഞ്ഞതായി നാം കാണുന്നുണ്ട്. ആ കാലഘട്ടം പുലിക്കോട്ടിൽ യൗസെഫ് ദിവന്നാസിയോസ് എന്ന് പിന്നീട് അറിയപ്പെട്ട പുലിക്കോട്ടിൽ ഇട്ടൂപ്പ് അച്ഛൻ്റെയും അതുപോലെ തന്നെ തൊഴിയൂർ ഇടവകയുടെ കിടങ്ങൻ ഗീവർഗീസ് മാർ പീലക്സീനോസ് എന്ന് അറിയപ്പെട്ട കിടങ്ങൻ ഗീവർഗീസ് അച്ഛൻ്റെയും അവരുടെ സമകാലീനരായിരുന്ന അതീവ ഭക്തിയോടെ ഈ ദേവാലയത്തിൽ ശുശ്രൂഷിച്ചിരുന്ന വൈദികരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും ഒരു വലിയ കോട്ട ഇവിടെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. നമ്മുടെ പരാതികൾ രാജസമക്ഷത്ത് കൊച്ചി രാജാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചപ്പോൾ ആർത്താറ്റ് കമ്പോളത്തിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് അവിടെ ഒരു അങ്ങാടി പണിയുവാനും അത് കുരിശാകൃതിയിൽ പണിയുവാനും ആ അങ്ങാടിയുടെ 4 ഭാഗങ്ങളിലും പിൽക്കാലത്ത് ആദ്യം പഴയ പള്ളിയും ചെർളയം പള്ളിയൊക്കെയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് ദേവാലയങ്ങൾ ഉണ്ടാകുവാനും തെക്കങ്ങാടിയിലെ അന്തിമഹാക്കാളൻ കാവ് എന്ന ആ ആരാധനാ സ്ഥലം അവിടെ ആരാധിക്കുവാൻ ആളില്ലാതിരുന്ന സമയത്ത് ഈ ദേവാലയം നിങ്ങൾ എടുത്ത് നിങ്ങളുടേതായിട്ട് അത് മാറ്റിക്കൊള്ളുക എന്ന് ശക്തൻ തമ്പുരാൻ പുലിക്കോട്ടിൽ ഇട്ടൂപ്പച്ചനോട് പറയുകയും അത് രേഖാമൂലം നൽകുകയും അങ്ങനെ അന്തിമഹാകാളൻകാവ് പിന്നീട് മോർ കുര്യാക്കോസ് സഹദായുടെ മധ്യസ്ഥതയിലുള്ള ദേവാലയമായി തീർന്ന് ഇന്നും പരിലസിക്കുന്നത് നമുക്ക് അറിയാം. ആ കാലഘട്ടത്തിലാണ് രാജസഹായത്താലും ഉന്നതരായ വ്യക്തിത്വങ്ങളുടെയൊക്കെ സഹായത്താൽ ഈ ദേവാലയം 1805 വീണ്ടും അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ തുടങ്ങി 1806 പ്രൗഢമായ നിലയിൽ അത് പൂർത്തീകരിച്ച് അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത വലിയമാർ ദിവന്നാസിയോസിനെ ക്ഷണിച്ച് വരുത്തി അദ്ദേഹത്തിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ കൂദാശ ചെയ്തത് എന്നും ചരിത്ര രേഖകളിൽ കാണുന്നു. അവിടെ വെച്ച് ഈ പള്ളിയുടെ അങ്കണത്തിൽ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കൃത്യമായിട്ട് രേഖകൾ നമുക്ക് ലഭിക്കുന്നില്ല. ആർത്താറ്റ് പള്ളി അങ്കണത്തിൽ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ നമ്മുടെ പിതാക്കന്മാർ ഒരു തീട്ടൂരം, ഒരു പടിയോല എഴുതി തയ്യാറാക്കി. അതാണ് പിൽക്കാലത്ത് ആർത്താറ്റ് പടിയോല എന്നറിയപ്പെട്ടത്. ആ പടിയോലയുടെ വിവക്ഷ ഇതാണ്:
ഈ ഇടവക ആത്മീയമായി നിലനിൽക്കുന്ന ഈ ഇടവകയിൽ വിദേശ ശക്തികൾ വന്ന് ഇവിടെ ഒരുപാട് അനർത്ഥങ്ങൾക്ക് കാരണമായി തീർന്നതിനാൽ ഇനി മുതൽ നാം റോമായിൽ നിന്നോ ബാബിലോണിയായിൽ നിന്നോ അന്ത്യോക്യായിൽ നിന്നോ ഇനി മറ്റു വല്ല പരദേശത്ത് നിന്നോ വരുന്ന യാതൊരുത്തനെയും കേൾക്കാതെ മാർത്തോമാ ശ്ലീഹായുടെ മക്കളായി ഞങ്ങൾ ജീവിക്കും എന്ന ഒരു വലിയ പ്രഖ്യാപനം നടത്തി അത് എഴുതി രേഖയാക്കി അന്നത്തെ അധികാരികൾക്ക്, പ്രത്യേകിച്ച് മാർത്തോമാ ആറാമനെ നൽകുകയുണ്ടായി. കാരണം അന്ത്യോക്യൻ അധീശത്വം ശക്തമായി ആരംഭിക്കുകയും ഇവിടുത്തെ മാർത്തോമാ മെത്രാനെ നിർബന്ധമായി ദിവന്നാസ്യോസ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടമായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ആറാം മാർത്തോമായെ എല്ലാവിധത്തിലും മോഹിപ്പിച്ചും തടവലിട്ടും കത്തോലിക്ക മെത്രാനാക്കുവാനുള്ള ശ്രമം നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ധീരമായ തീരുമാനം അത് രേഖാമൂലം എഴുതി ആ സദസ്സിൽ സമർപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ പിതാക്കന്മാർക്കും ഈ ഇടവക കൊടുക്കുന്ന ഒരു സമ്മാനം ആർത്താറ്റ് പരിശുദ്ധ ബാവാതിരുമനസ് കൊണ്ട് എഴുന്നള്ളിയതാണ്. വേദിയിലേക്ക് വരുമ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ ബാവാതിരുമേനെ സ്വീകരിക്കാൻ ഇടയാകണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ തീരുമാനം എടുക്കുവാൻ ഈ ഇടവകയ്ക്ക് സാധിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടർ ചരിത്രം നോക്കിയാൽ മലങ്കര സഭയുടെ ഭാഗ്യതാരങ്ങളെല്ലാം ഈ ദേവാലയത്തിൽ നിന്നാണ് ഉദിച്ചുയർന്നത്. ഇവിടെ ആങ്കർ ചെയ്യുന്ന വ്യക്തി പ്രത്യേകമായിട്ട് അത് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആദ്യത്തെ മലങ്കര മെത്രാപ്പോലീത്ത, രാജവിളംബരം ലഭിച്ച മലങ്കര മെത്രാപ്പോലീത്ത ദിവന്നാസ്യോസ് രണ്ടാമൻ, പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസ്യോസ് സഭാ ജ്യോതിസ് തിരുമേനിയാണ്. അദ്ദേഹത്തിന് പട്ടം നൽകുന്നത് കിടങ്ങൻ ഗീവർഗീസ് മാർ പീലക്സീനോസ് മെത്രാപ്പോലീത്തയാണ്, തദ്ദേശീയനായ മെത്രാപ്പോലീത്ത. തൊഴിയൂർ സഭയുടെ 5ാമത്തെ പിതാവ്. അന്ന് തൊഴിയൂർ ഇടവകയും ആർത്താറ്റ് ഇടവകയും ഒരേ സംവിധാനമാണ്, ഒരേ ഭരണ സംവിധാനമാണ്. ആർത്താറ്റ് ഇടവകയുടെ പ്രൗഢമായ ഒരു ആശ്രമ പ്രസ്ഥാനമായിട്ട് തൊഴിയൂർ സഭയുടെ ആദ്യകാലങ്ങളിൽ കാണാം. കാട്ടുമങ്ങാട്ട് പിതാക്കന്മാർക്ക് ശേഷം ഒരു ഈവാനിയോസ് പിതാവും ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഇടവകയെ നയിച്ച ചീരൻ സക്രിയ പീലക്സീനോസ് തിരുമേനിയും തുടർന്ന് വന്ന കിടങ്ങൻ ഗീവർഗീസ് പീലക്സീനോസ് തിരുമേനിയും. അതിൽ കിടങ്ങൻ ഗീവർഗീസ് പീലക്സീനോസ് തിരുമേനി ആർത്താറ്റ് ഇടവക അംഗം ആയിരുന്നു, ആർത്താറ്റ് പള്ളിയുടെ വികാരിയായിരുന്നു. അത്തരത്തിൽ ഈ ഇടവകയിൽ നിന്നുള്ളവരാണ്. 1811 അദ്ദേഹം മെത്രാൻ സ്ഥാനമേൽക്കുന്നത്. 1815 മലങ്കര സഭയ്ക്ക് ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ പഴഞ്ഞി ദേവാലയത്തിൽ വെച്ച്, നമ്മുടെ ആരാധ്യയായ നഗരസഭാ ചെയർപേഴ്സൺ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, സ്വാഗതം. മാത്രവുമല്ല, 1.5 വർഷത്തെ ഭരണത്തിന് ശേഷം വയോവൃദ്ധനായിരുന്ന പുലിക്കോട്ടിൽ തിരുമേനി കാലം ചെയ്തപ്പോൾ കിടങ്ങൻ പീലക്സീനോസ് തിരുമനസ്സുകൊണ്ട് മലങ്കര സഭയുടെ ഭരണസാരഥ്യം സഭയുടെ അപേക്ഷ മാനിച്ച് ഏറ്റെടുത്തു. അതിനുശേഷം അദ്ദേഹം പുന്നത്ര കുര്യൻ കശീശായെ ദിവന്നാസ്യോസ് 3-മനായി വാഴിച്ചു. അദ്ദേഹം തിരിച്ച് തൊഴിയൂരിലേക്ക് മടങ്ങി. വളരെ ചെറുപ്പമായിരുന്ന ദിവന്നാസ്യോസ് 3-മൻ 8 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ 40-ാം വയസ്സിൽ അകാല ചരമം പ്രാപിച്ചു. അപ്പോൾ
കിടങ്ങൻ പീലക്സീനോസ് തിരുമനസ്സുകൊണ്ട് വീണ്ടും കോട്ടയത്തേക്ക് പഴയ സെമിനാരിയിലേക്ക് എഴുന്നള്ളി. നിങ്ങൾ മറ്റൊരാളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അതുവരെ ഞാൻ ചുമതല വഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ചേപ്പാട്ട് പീലിപ്പോസ് റമ്പാച്ചനെ സഭ കണ്ടെത്തി. അദ്ദേഹത്തെ 1825 മലങ്കര മെത്രാപ്പോലിത്തയായി വാഴിച്ചു. അങ്ങനെ 3 മലങ്കര മെത്രാപ്പോലിത്തന്മാരെ വാഴിച്ച കിടങ്ങൻ പീലിക്സീനോസ് തിരുമേനി ഈ ഇടവക അംഗവും ഇവിടുത്തെ വികാരിയുമായിരുന്നു എന്ന് നാം മറക്കുവാൻ പാടുള്ളതല്ല. പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയും അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ ഇട്ടൂപ്പ് അച്ഛനും, ഈ വടക്കേ വരാന്തയിൽ കബറടങ്ങിയിരിക്കുന്ന ഇട്ടൂപ്പ് അച്ഛനും, അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയും ഒക്കെ ഈ ഇടവകയുടെ അംഗങ്ങളും വികാരിമാരും ആയിരുന്നു എന്ന് മാത്രമല്ല, അക്കാലത്ത് മലങ്കര സഭയുടെ തന്നെ ശിരാകേന്ദ്രമായി വീണ്ടും പ്രവർത്തിക്കുവാൻ ഈ ദേവാലയത്തിനും ഇപ്പോൾ നാം ഇരിക്കുന്ന ഈ സ്ഥലത്ത് യെരുശലേം ബംഗ്ലാവ് എന്ന് വിളിക്കുന്ന ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നുവെന്നും അവിടെ പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയും കായംകുളം പീലിപ്പോസ് റമ്പാച്ചനുമൊക്കെ ഒന്നിച്ച് ഇരുന്ന് തർജ്ജമകൾ നടത്തുകയും വേദപുസ്തക തർജ്ജമ നടത്തുകയും ആളുകൾക്കത് ലഭ്യമാക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനും സഹോദരപുത്രനുമായ ഇട്ടൂപ്പച്ചൻ്റെ കാലത്ത് തക്സ പകർത്തി എഴുതുകയും വൈദിക സെമിനാരി വിദ്യാർത്ഥികളെ ഇവിടെ അഭ്യസിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതിമനോഹരമായ അനേകം മുഹൂർത്തങ്ങൾക്ക് ഈ ദേവാലയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കാലം മുന്നോട്ട് പോയപ്പോൾ മലങ്കര സഭയുടെ രക്ഷയ്ക്ക് വേണ്ടി ആരെ അയക്കേണ്ടു എന്നൊരു ഘട്ടം വന്നപ്പോൾ ഈ പുലിക്കോട്ടിലച്ഛൻ പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ തരാം. സഹോദരപുത്രൻ യൗസേപ്പ് അച്ഛനെ വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, പുത്തമ്പള്ളിയൊക്കെ പണിയിക്കുവാനും അവിടെ വികാരിയാകുവാനും ഒക്കെ ഇടയായ ചുറുചുറുക്കുള്ള 30 വയസ്സ് മാത്രം പ്രായമുള്ള യൗസേപ്പ് അച്ഛനെ മർദീനിലേക്ക് അയച്ചു. അദ്ദേഹം പട്ടമേറ്റു വന്ന് 1865 അദ്ദേഹത്തിൻ്റെ സ്ഥാത്തിക്കോൻ വായിക്കുന്നതും അദ്ദേഹം ആദ്യം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുമൊക്കെ ഈ ആർത്താറ്റ് ദേവാലയത്തിലാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചരിത്രങ്ങൾ ഈ ദേവാലയത്തിന് പറയുവാനുണ്ട്. ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഇരിക്കുന്ന ബലഹീനായ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അതിനേക്കാളൊക്കെ ഒത്തിരി 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 അനവധിയാണ് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം. വാക്കിൽ ഞാൻ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ എന്തെന്നില്ലാത്ത ചരിത്ര സംഭവങ്ങൾക്ക് ധീരതയോടെ സാക്ഷ്യം വഹിച്ച ഒരു ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ് നാം ഇരിക്കുന്നത്. അടുത്ത കാല ചരിത്രങ്ങളൊന്നും ഞാൻ അധികം പറയുന്നില്ല. 2017 ഒരു പ്രകൃതിക്ഷോഭമുണ്ടായി. ഒരു ചുഴലിക്കാറ്റ് ഈ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ ആനവാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ദേവാലയത്തിനകത്ത് വന്ന് അതൊരു സ്ഫോടനം നടത്തിയപ്പോൾ ഒന്നൊഴിയാതെ ഈ ദേവാലയത്തിൻ്റെ എല്ലാ ഓടുകളും പൊട്ടിത്തെറിച്ച് പറന്നുപോയി. എന്നാൽ വലിയ ദേവാലയത്തിൻ്റെ മേൽപ്പുരയ്ക്കൊന്നും പറ്റിയില്ല. എന്നാൽ വിശുദ്ധ മദ്ബഹായുടെ മുകൾ വശം അത് എപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളാൽ ഓട് പറന്നു പോവുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് ഷീറ്റ് അടിച്ച് ഇടയ്ക്ക് ക്രമീകരിച്ചിരുന്നു. ഷീറ്റ് അടിച്ചതുകൊണ്ട് ആ മേൽപ്പുര തന്നെ ഒന്നിച്ച് പൊക്കി എടുത്ത് അത് ചുഴറ്റി എറിഞ്ഞ് അതിൻ്റെ ഒരു ഭാഗം കിഴക്ക് ഭാഗത്ത് പാടശേഖരത്തിലും ഒരു ഭാഗം നമ്മുടെ സെമിത്തേരിയിലും ഒപ്പം 150 കിലോ തൂക്കമുള്ള മണിയും സെമിത്തേരിയിൽ പറന്നിറങ്ങി ലാൻഡ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ അത് നേരി കണ്ടിട്ടില്ലാത്തവരെ ഒരുപക്ഷെ വിശ്വസിക്കുകയില്ല. അവിടെ പരിശുദ്ധ പൗലോസ് സ്തുതിയൻ ബാവാ തിരുമനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് ഓടി വന്നു. അന്ന് അദ്ദേഹം മലങ്കര മെത്രാപ്പോലിത്തായും കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലിത്തായുമാണ്. ബലഹീനായ ഞാൻ അന്ന് അമേരിക്കയിലായിരുന്നു. എൻ്റെ ഓർമ്മ 2017 ജൂൺ മാസം 25-ാം തീയതിയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ്
പൊതുയോഗത്തിന് എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്താണ്. എന്നാൽ പരിശുദ്ധ ദേവമാതാവിൻ്റെയും പരിശുദ്ധ മാർത്തോമാസ്ലീഹായുടെയും പരിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെയും ഒക്കെ മാധ്യസ്ഥത്താൽ ആർക്കും ഒരു പോറല് പോലും ഏറ്റില്ല എന്നുള്ളത്. 1-2 പേർക്ക് ഇച്ചിരി ചോര പൊടിഞ്ഞു എന്ന് ഒഴിച്ചാൽ യാതൊരു പ്രയാസവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അന്ന് കാണിച്ചു തന്ന മറ്റൊരു സത്യമുണ്ട്. തോരാമഴ പെയ്യുന്ന സമയമാണ്. എന്തു ചെയ്യും? എങ്ങനെ ഈ ആലയത്തിൻ്റെ മേൽക്കൂര വീണ്ടും പണിതുറപ്പിക്കാൻ സാധിക്കും? മഴ തിമിർത്ത് പെയ്താൽ ഈ ഇന്ന് നിങ്ങൾ കണ്ട വിശുദ്ധ മദ്ബഹായുടെ ഈ ആർച്ച് 40 അടിയോ 60 അടിയോ മറ്റൊക്കെയാണ് അതിൻ്റെ നീളം തന്നെ. അതെങ്ങനെ സംരക്ഷിക്കാൻ സാധിക്കും? അപ്പോൾ വലിയ ഗോവണിയൊക്കെ കൊണ്ടുവന്ന് ഫയർഫോഴ്സൊക്കെ വന്ന് അതിലിറങ്ങി നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ച, അവർ പറഞ്ഞു, ഒരു കാലഘട്ടം മുഴുവൻ മഴ പെയ്താലും ഈ ദേവാലയത്തിൻ്റെ സിവിൽ കൺസ്ട്രക്ഷന് ഒരു കോട്ടവും പറ്റുകയില്ല. കാരണം അത്ര ബലവത്തായിട്ടാണ് ആ ആർച്ചും, ആർച്ചിന് മുകളിൽ ഒരു തട്ടും, ആ തട്ട് ഏറ്റവും ഭംഗിയായി ക്രമീകരിച്ച് വെള്ളം താഴാത്തതുപോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറയുവാനിടയായി. 12 അടിയാണ് പടിഞ്ഞാറെ ഭിത്തിയുടെ ഭിത്തി കനം. എന്തിനാണ് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ആർക്കും അറിയില്ല. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇത് പ്ലാസ്റ്റർ ചെയ്ത് പാനലിംഗ് ഒക്കെ നടത്തിയപ്പോൾ കണ്ട ഒരു സത്യം ഞാൻ വന്നി വൈദികരോട് ചോദിച്ചു. ഒരിടത്തു പോലും യാതൊരു തരത്തിലുമുള്ള ചിന്നലോ അങ്ങനെയുള്ള ഒരു പ്രയാസവും ഈ ദേവാലയത്തിന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവികരുടെ ദീർഘവീക്ഷണവും അവരുടെ എൻജിനീയറിംഗ് വൈഭവവും എത്ര ബൃഹത്തരമായിരുന്നു എന്ന് നാം ഓർക്കണം. ഇപ്പോൾ അന്ന് അത്യാവശ്യ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു സ്വപ്നം പോലെയാണ്, ഒരു സ്വപ്നമാണ് ഇവിടെ നടക്കുന്നത്. കാരണം 11 മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനൊരു ചിന്തയില്ല. അപ്പോഴാണ് ഒരു ദൈവദൂതൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈ ദേവാലയത്തിൽ വന്നിട്ട് പറയുന്നത്, അച്ഛാ, ഈ ദേവാലയത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ. ഇതിൻ്റെ അകത്തെ പെയിൻറ്റിംഗ് ഒക്കെ പോയി തുടങ്ങി. ഇതന്ന് സുർക്ക കൊണ്ടൊക്കെ ചെയ്തിരിക്കുന്ന പണികളൊക്കെ പോയി തുടങ്ങി. അച്ഛനൊരു നല്ല എൻജിനീയറെ വിളിക്കണം, കാര്യങ്ങൾ നോക്കണം. അദ്ദേഹം പറഞ്ഞു, ഇതിനെ ഞാൻ എസ്റ്റിമേറ്റും ബഡ്ജറ്റും ഒന്നും പറയുന്നില്ല, അച്ഛൻ ആവശ്യങ്ങൾ പറ, ഞാനത് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എന്നെ അനുവദിക്കുമെങ്കിൽ ചെയ്തു കൊള്ളാം. അതാണ് ഇപ്പോൾ സന്ധ്യാനമസ്കാരം നടത്തിയപ്പോൾ നമ്മൾ കണ്ട ഈ നവീകരിക്കപ്പെട്ട ദേവാലയം. പരിശുദ്ധ ബാവാ തിരുമേനി എത്രയും പെട്ടെന്ന് ആ ദേവാലയത്തിലെത്തി അത് കാണുകയും കൂദാശ ചെയ്യുകയും ചെയ്യേണ്ടത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ രാജുവിനും കുടുംബത്തിനും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദൈവകൃപ, മാതാവിൻ്റെ മാധ്യസ്ഥം ധാരാളമായി ലഭിക്കട്ടെ. സ്റ്റേജിലേക്ക് കയറുമ്പോഴും എനിക്കൊരു നിർദ്ദേശം കിട്ടി, തിരുമേനി ദൈവത്തെ ഓർത്ത് ഇതിന് വന്ന ചെലവൊന്നും വിളിച്ചു പറയരുത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നോക്കിയാൽ കണ്ടാൽ അറിയാം. വേറെ ആരുടെ അടുത്ത് 5 പൈസ പോലും പിരിക്കാൻ പോയിട്ടില്ല, പോകരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പിന്നെ ആർക്കെങ്കിലും വല്ല കുരിശോ ധൂപക്കുറ്റിയോ ഒക്കെ വഴിപാടായിട്ട്, മണിയോ ഒക്കെ വഴിപാടായിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തുകൊള്ളാൻ, പള്ളി ഉപയോഗ വസ്തുക്കൾ അത് നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മുഴുവൻ ആ ഒരു വ്യക്തിക്ക് ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ഞാൻ ഒന്നുകൂടെ പറയണം, അദ്ദേഹം ഇതാദ്യ ദേവാലയമല്ല, പല ദേവാലയങ്ങളെയും അദ്ദേഹം അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പറഞ്ഞൊരു വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. ശ്രീ രാജു ചെറുവത്തൂർ അദാനിയോ അംബാനിയോ ഇലോൺ മസ്കോ ഒന്നുമല്ല, നമ്മിൽ ഒരുവനാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞു ഈ ഇടവക്കാരനല്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ കുന്നംകുളംകാർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. കാരണം കുന്നംകുളത്തെ എല്ലാ ഇടവകകളും ഈ ഇടവകയിൽ നിന്ന് പോയിട്ടുള്ള ഇടവകളാണ്. കുന്നംകുളം മാത്രമല്ല, തെക്കോട്ടുമുള്ള പല ഇടവകകളിലേക്കും അനേകം ആളുകൾ, പ്രത്യേകിച്ച് ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് ശേഷം കുന്നംകുളത്ത് നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട്
ആർത്താറ്റുപള്ളി ആർത്താറ്റുകാരൻ്റെ മാത്രമല്ല, നിങ്ങൾ എന്നോട് പിണങ്ങിയാലും ഇണങ്ങിയാലും അത് മലങ്കര സഭയുടെ തലപ്പള്ളിയാണ്. കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ കത്തീഡ്രൽ പള്ളിയാണ്, പ്രഥമ കത്തീഡ്രലാണ്. ഒപ്പം തന്നെ മലങ്കര സഭയുടെ ആകമാനം തലപ്പള്ളിയാണ് ഈ പരിശുദ്ധ ദേവാലയം. അതിൻ്റെ സംരക്ഷണ ചുമതലയാണ് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്തായ്ക്കും അദ്ദേഹത്താൽ നിയമിതനായിരിക്കുന്ന വികാരിക്കും അദ്ദേഹം അനുവദിക്കുന്ന കമ്മിറ്റിക്കും പൊതുയോഗത്തിനും ഒക്കെ ഉള്ളത് എന്ന് ഞാൻ പറയുമ്പോൾ അവർക്ക് ആർക്കും ഒരു വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിരോധം ഇല്ലെങ്കിൽ ഒന്ന് കൈയടിക്കണം, നല്ലൊരു കൈയടി നടത്തണം. ഇത് സഭയുടെ അഭിമാനമാണ്. ഇത് മലങ്കര മെത്രാപ്പോലീത്തായുടെ പൗരസ്ത്യ കാതോലിക്കായുടെ വടക്കോട്ടുള്ള സിംഹാസന ദേവാലയമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂദാശയ്ക്ക് പരിശുദ്ധ ബാവാതിരുമേനി എഴുന്നള്ളണമെന്ന് ഈ ഇടവക ശക്തമായി ആഗ്രഹിച്ചത്. നമുക്കൊരു വലിയ ഭാഗ്യമുണ്ട്. ഫെബ്രുവരി മാസം 12, 13 തീയതികളിൽ ഈ ദേവാലയത്തിൻ്റെ പുനർശുദ്ധീകരണം നാം ചിന്തിച്ചപ്പോൾ ഞാനാണ് തിരുമേനിയെ ഡേറ്റ് തിരുമേനിയുടെ ഡയറിയിൽ ചോദിച്ച് കുറിപ്പിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 12 തിരുമേനിയുടെ ബർത്ത്ഡേ ആണ് എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് തിരുമേനി 76 വയസ്സിൻ്റെ നിറവിൽ മലങ്കരയുടെ മഹിതാചാര്യനായിട്ട്, പ്രധാന മേലധ്യക്ഷനായിട്ട്, പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായിട്ട് അഭിമാനത്തോടെ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുകയാണ്. ഒരു വാക്കുകൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തോമാസ് ലീഗ വന്നിട്ടുണ്ടോ, തോമാസ് ലീഗയ്ക്ക് പട്ടമുണ്ടോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടന്നവർക്കൊക്കെ ഇപ്പം തോമാസ് ലീഗയുടെ പിൻഗാമിയാവണം, മലങ്കര മെത്രാപ്പോലീത്തയാകണം, കാതോലിക്കയാകണം, അങ്ങനെയൊക്കെയുള്ള ചില മോഹങ്ങളുണ്ട്. അതെന്താ അതിനൊന്നും മലങ്കര സഭ എതിർക്കേണ്ട ഒരാവശ്യമില്ല. ആർക്കൊക്കെ എന്തൊക്കെ പറയാം, ഇല്ലയോ? അല്ല, സുബോധം നഷ്ടപ്പെട്ടാൽ ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ പ്രസിഡൻ്റാന്നൊക്കെ ആർക്കെങ്കിലും പറയാം. അതുകൊണ്ട് അയാൾ പ്രസിഡൻ്റോ പ്രധാനമന്ത്രിയാകുമോ? മലങ്കര സഭയ്ക്ക് ഒരധ്യക്ഷനേ ഉള്ളൂ. അത് ഇന്ന് ഭാഗ്യമോടെ വാണഴുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ ബാവാതിരുമേനിയാണ്. ഈ സമൂഹത്തിന് മുഴുവൻ വേണ്ടി, മലങ്കര സഭയ്ക്ക് ആകമാനം വേണ്ടി പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദത്തിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ 76ാം ജന്മദിനത്തിൽ ദൈവം എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ആ പിതാവിനെ നൽകട്ടെ എന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്നവരൊക്കെ തിരുമേനിയുടെ ശിഷ്യന്മാരാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മെത്രാച്ചന്മാരും ബാവാതിരുമേനി സെമിനാരിയിൽ പഠിപ്പിച്ചിട്ടുള്ള തിരുമേനിയുടെ ശിഷ്യന്മാരാണ്. ഞങ്ങളുടെ എല്ലാം നാമത്തിൽ, ഇടവകയുടെ നാമത്തിൽ, ഭദ്രാസനത്തിൻ്റെ നാമത്തിൽ ആ അനുമോദനം പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇവിടെ വന്നെത്തിയിരിക്കുന്ന വന്യപിതാക്കന്മാരെയെല്ലാം അധ്യക്ഷൻ എന്ന നിലയിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സിറിൽ മാർ ബസേലിയോസ് തിരുമേനി മലങ്കര സഭയുടെ ഏത് ആവശ്യത്തിനും അദ്ദേഹവും അതിൻ്റെ പൂർവികരും, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും ആവർത്തിക്കേണ്ട ആവശ്യമില്ല, അവരുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈശായുടെ കുറ്റിയിലെ മുള എന്ന് പറയുന്നതിൻ്റെ ആധുനിക അർത്ഥമാണ് തൊഴിയൂർ സഭയിൽ നിന്ന് 3 മലങ്കര മെത്രാപ്പോലിത്തന്മാരെ ഈ സഭയ്ക്ക് ലഭിച്ചു എന്നുള്ളത്. തിരുമേനി ഇവിടെ തൊട്ടടുത്തുണ്ട്, 2 കിലോമീറ്റർ പടിഞ്ഞാറുണ്ട്. കൽദായ സുറിയാനി സഭ എന്നും നമ്മുടെ ഏറ്റവും സ്നേഹഭാജനമായിട്ടുള്ള സഭയാണ്. അതിൻ്റെ അധ്യക്ഷൻ, ഇപ്പോഴത്തെ അധ്യക്ഷൻ ഔഗിന്മാർ കുര്യാക്കോസ് തിരുമേനി. അപ്രേം തിരുമേനി ക്ഷീണിതനായി വിശ്രമിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോയിട്ട് ആ വകുപ്പിൽ ഔഗൻ തിരുമേനി തരുന്ന നല്ല കാപ്പി കുടിക്കാറുണ്ട്, സുഖ വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഞങ്ങൾ NCCയിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. തിരുമേനിയും ഓടി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റ് പിതാക്കന്മാർ എല്ലാം, പക്കോമീസ് തിരുമേനി പറഞ്ഞു, ഒരു തരത്തിലും, അത് ഒരാളുടെ പേര് ഞാൻ പറയുന്നേ ഉള്ളൂ, വരാനൊക്കാത്ത ദിവസമായിരുന്നു, പനിയായിരുന്നു. പക്ഷെ ആർത്താറ്റ് പള്ളിയിലേക്ക് വിളിച്ചാൽ വരാതിരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ടാണ് ഈ പിതാക്കന്മാർ എല്ലാം ഇവിടെ എഴുന്നള്ളിയത്. ഇന്ന് തന്നെ തിരിച്ച് യാത്ര ചെയ്യേണ്ടവരുണ്ട്, നാളെ കൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാ പിതാക്കന്മാരുടെയും സാന്നിധ്യത്തിന് ഏറ്റവും സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട്
ഇനിയും ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്നുള്ളത് കൊണ്ട് നന്ദിയും സ്നേഹവും അറിയിക്കുകയും ഒപ്പം മാർത്തോമാ ശ്ലീഹ മുതൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലൂസ് ദിദിയൻ ബാവ വരെയുള്ള നമ്മുടെ എല്ലാ പൂർവിക മേൽപ്പട്ടക്കാരെയും വൈദികരെയും വിശ്വാസ സമൂഹത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എൻ്റെ ബലഹീന വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.